എല്ലാവർക്കും ഈ കോഡോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് വേദിക് മാത്സ് ആണ് കേട്ടോ. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ഈ നേരത്തെ തമിഴിൽ കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾ നേരത്തെയും നിങ്ങൾ എന്ത് ചെയ്യും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കൊച്ചു ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പലരും പറയുന്നത് എന്താണ് വേദിക് മാത്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കൊച്ചു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ സ്കൂളുകളിലൊന്നും എന്ത് ചെയ്തില്ല, ഇത് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ വേദിക് മാത്സ് എന്ന് വെച്ചാൽ നമ്മുടെ പുരാണ അല്ലെങ്കിൽ പഴയ കാലഘട്ടങ്ങളിൽ പഴയ സയൻറ്റിസ്റ്റുകളോ അല്ലെങ്കിൽ തത്വജ്ഞാനികളോ ഒക്കെ എന്ത് ചെയ്യുന്നു, മാത്സ് അല്ലെങ്കിൽ കാൽക്കുലേഷനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്തു. അതാണ് ഈ വേദിക് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കുറേ ടെക്നിക്കുകളും കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല, അത് പഠിപ്പിക്കാറില്ല. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉണ്ട്, ബേസിക് മെത്തേഡിൽ തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നു അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കണം എങ്കിൽ വേദിക് മാത്സ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം കാൽക്കുലേഷൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേദിക് മാത്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നതല്ല. ഞാനിത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കിനിയുള്ള ഇതൊരു പാർട്ട് ബൈ പാർട്ടാണ് ഞാൻ ചെയ്യും. വേദിക് മാത്സിന് ഓരോരോ ഘട്ടമായിട്ട് ഞാൻ ചെയ്യും, ഓരോരോ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനുകളൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് പ്രയോജനമുണ്ട്. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വേദിക് മാത്സ് അറിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് പ്രയോജനമുണ്ട്. ഇപ്പം ഞാൻ നേരെ സമയം പറഞ്ഞ് ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ നമ്മുടെ പാർട്ട് 1 ചെയ്യാൻ വന്ന 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്കറിയാലോ കൊച്ചു ക്ലാസ്സുകളിൽ നമുക്കറിയാം മിനിമം 10ൻ്റെ ടേബിൾ വരെ എന്ത് ചെയ്യണം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. സ്കൂളിൽ 10ൻ്റെ ടേബിൾ വരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് അറിയാമെങ്കിൽ നമുക്ക് 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ, 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ, 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഈസി ചെയ്യാൻ പറ്റും. നമുക്ക് 4 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒരുപാട് നമുക്ക് SSC RRB പുസ്തകം ഒരുപാടൊന്നും അങ്ങനെ ചോദിക്കാറില്ല. മാക്സിമം ഒരു 3 ഡിജിറ്റ് വരെയൊക്കെ എന്ത് ചെയ്യും പോകാറുണ്ട്. എന്നാൽ റെയർ കേസിലൊക്കെ 4 ഡിജിറ്റ് വരാറുണ്ട്. 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിലും 3 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ വേദിക് ട്രിക്ക് വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 10ൻ്റെ ടേബിൾ വരെയെങ്കിലും സ്ട്രോങ് ആയിരിക്കണം. പിന്നെ മൈൻഡിൽ കൂട്ടാനോടൊരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കേ, പക്ഷേ നിങ്ങൾ ടേബിൾ പഠിക്കുന്നത് നിർത്തരുത്. 10 അതൊക്കെ മേലെ പോകണം അല്ലേ. ഒരു 11, 12, ഒരു 20, 30 വരെയൊക്കെ പഠിച്ച് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എത്ര പഠിക്കാവോ അത്രത്തോളം പഠിക്കാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇനി ഇമ്പ്രൂവ് ആവും. അപ്പോൾ അതിനുള്ള ടെക്നിക്കുകളൊക്കെ ഞാൻ വരുന്ന വഴി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടെക്നിക്ക് 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം നോക്കിക്കേ. 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് 22 × 31 ആണല്ലോ. നമ്മൾ നോർമലി ചെയ്യുന്ന സ്കൂളിൽ ചെയ്യുന്ന അറിയാമല്ലോ, 1 × 2 അല്ലേ. എന്നിട്ട് 1 × 2 പിന്നെ ഇങ്ങോട്ട് എഴുതും. അടുത്ത 3 × 2 എന്ന് ഒരു സ്ഥാനം ലാസ്റ്റിൽ നിന്ന് ഒരു സ്ഥാനം മാറ്റി എഴുതും. ഇവിടെ 6, 3 × 2 6, എന്നിട്ട് കൂട്ടുമ്പോൾ എത്തുന്നത് 2, എന്നിട്ട് 2 കൂടെ 6, 2 8, 6, 682 എന്ത് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, 2 സ്റ്റെപ്പ് ഇവിടെ എഴുതുകയും ചെയ്യണം. എന്നിട്ട് അത്രയും സമയം പോകും. പക്ഷേ ഇത് ഒറ്റ സ്റ്റെപ്പിൽ ഇത് ബാക്കിയെല്ലാം മൈൻഡിലാണ് കളി. നിങ്ങൾ എന്ത് ചെയ്യണം, കൂട്ടുന്നതും എടുക്കുന്ന എല്ലാം കൃത്യമായിട്ട് മൈൻഡിൽ വേണം. അതാണ്, അത് പെട്ടെന്നൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഈ ടെക്നിക്ക് നിങ്ങൾ ആദ്യം നോക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷേ ഇത് പ്രാക്ടീസ് ആയി കഴിഞ്ഞുണ്ടല്ലോ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കാൽക്കുലേഷൻ നിങ്ങൾ വിചാരിക്കുന്നല്ലോ ഒറ്റ സ്റ്റെപ്പിൽ ആൻസറാണ്. പക്ഷേ ഇത് മൈൻഡിൽ സ്ട്രോങ് ആവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് 1 മാസം 2 മാസമൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മിക്കതും തെറ്റായിരിക്കും. പക്ഷേ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എന്താ നമുക്ക് സ്റ്റെപ്പ് 1 നമുക്ക് 3 സ്റ്റെപ്പിൽ 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കിക്കേ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ആദ്യം ഞാൻ ഇവിടെ കാണിച്ചേക്കുന്ന പോലെയല്ല, ഞാൻ വേറെ രീതിയിൽ പറയാം. ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അവർ ഈ പടത്തിൽ കാണിച്ചേക്കുന്നതല്ല, ഞാൻ അത് ഇങ്ങനെ ചെയ്യുന്നു. ആദ്യം ഇവന്മാർ തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പോൾ എത്ര കിട്ടും, 1 × 2 എത്ര കിട്ടും, നമുക്കിവിടെ 2 എന്ന് വരും കേട്ടോ. അതെന്ത് ചെയ്യുക, ഞാൻ ഈ സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ ഒരു മോഡൽ കാണിച്ചേക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക കേട്ടോ. 1 × 2 ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 1 × 2 ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻ്റർചേഞ്ച്. സ്റ്റെപ്പ് 3 ഞാൻ സ്റ്റെപ്പ് 1 ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. 22 × 31 നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റെപ്പ് 1 അല്ല വേണ്ട, സ്റ്റെപ്പ് 3 ചെയ്യുക കേട്ടോ. പടത്തിൽ അങ്ങനെ ഒരു ഇൻ്റർചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണ റൈറ്റിൽ നിന്നാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, പടത്തിൽ കാണിച്ച സ്റ്റെപ്പ് 3 എന്ത് ചെയ്യുക, ആദ്യം ചെയ്യുക. അത് നിങ്ങൾ സ്റ്റെപ്പ് 1 ആയിട്ട് വിചാരിക്കുക. എന്ത് ചെയ്യണം, 1 × 2 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കി 1 × 2 ഒറ്റ ഡിജിറ്റ് അല്ലേ, റിമൈൻഡർ എന്ന് വെച്ചാൽ 2 ഡിജിറ്റ് ആക്കാൻ പറ്റത്തില്ല, 1 ഡിജിറ്റിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ 10th പ്ലേസ് 2 ഡിജിറ്റ് ആണെങ്കിൽ 10th പ്ലേസ് ഉള്ളത് റിമൈൻഡർ ആയിട്ട് മാറ്റി ക്യാരി പോകും, അത് മനസ്സിൽ കൂട്ടണം. അതൊക്കെ നമുക്ക് വരുന്ന വഴി കാണിച്ചു തരാം. അടുത്ത് നോക്കിക്കേ, ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യുക. 1 × 2 2 + 3 × 2 6. അപ്പോൾ എത്ര കിട്ടും, 1 × 2 2 + 3 × 2 6 8. മനസ്സിലാവും. ഇത് മൈൻഡിൽ പോകണം. സ്റ്റെപ്പ് ഒന്നും ഇങ്ങനെ എഴുതരുത്, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എഴുതുക. ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നിടത്ത് മാത്രം എഴുതുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് മൈൻഡിൽ പോകണം. ബാക്കി 3 × 2 6 കഴിഞ്ഞു. സംഭവം എളുപ്പമല്ലേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫിക്സ് ആണ്. സ്റ്റെപ്പ് 1 ഉം 3 നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. സ്റ്റെപ്പ് 3 നിങ്ങൾ സ്റ്റെപ്പ് 1 ആയിട്ട് ചിന്തിച്ചാൽ മതി. എന്നിട്ട് റൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ചെയ്തു. ക്ലിയർ ആണോ? നമുക്ക് നേരെ പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം 12 × 34 പെട്ടെന്ന് ചെയ്യണം. എന്ത് ചെയ്യണം നോക്കിക്കേ, 2 × നോക്കി ആദ്യം ഇങ്ങനെ 2 × 4 8. നോക്കി അടുത്ത 1 × 4 3 × 2 എത്ര കിട്ടും, 4, 6, 10. 10 വന്നു. 10 വന്നാൽ എന്താ പറയുക, 10ലെ 0 എടുക്കുക. ആ 1 എന്ത് ചെയ്യണം, മാറ്റണം. അത് ക്യാരി ആയിട്ട് പോകണം. മനസ്സിലായി, അത് ക്യാരി ആയിട്ട് മാറ്റി എഴുതിയൊക്കെ അല്ലെ മൈൻഡിൽ ഓർത്തിരിക്കണം. അടുത്ത 1 × 3 1 × 3 എത്ര, 3 3 + 1 4 4 not 8. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ. ഒറ്റ സ്റ്റെപ്പ് ചെയ്ത് കണ്ടോ, ഇത്രേ ഉള്ളൂ. നമുക്ക് സ്റ്റെപ്പ് എഴുതി സമയം കളയാൻ എക്സാമിന് ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക.
ഈ റിമൈൻഡർ പോകുന്നതും രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ ക്രൂഷ്യലാണ്. അത് കൃത്യമായിട്ട് മൈൻഡിൽ ഓർക്കണം. അത് പ്രാക്ടീസ് ചെയ്താൽ ശരിയാകത്തുള്ളൂ കേട്ടോ. അടുത്ത നോക്കിക്കേ, അടുത്ത അറിയില്ല 2 ഡിജിറ്റ് 5 × 2 10. അപ്പോൾ 10 ആണ്, 2 ഡിജിറ്റ് ആണ്, റിമൈൻഡർ 1, ക്യാരി 1 ആയിട്ട് മേളിൽ മാറ്റി എഴുതാം. അതും മനസ്സിൽ ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, അടുത്ത നോക്കിയാൽ രണ്ടും ക്രോസ് ചെയ്യുക. 23 6 7 5 35. അപ്പോൾ ഇത് മൈൻഡ് പോകണം. ഇതാണ് മൈൻഡ് ചെയ്യേണ്ടത്. 7 5 35, 3 × 2 6, 38 35 6 41 41 42 2, റിമൈൻഡർ 4, 3 7 21 21 4 25. മനസ്സിലായോ? 2520. സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ആ ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സ്പീഡപ്പ് ആയിക്കോളും. അടുത്ത് കാണിച്ചു തരാം. 6 3 18 അല്ലേ? 6 3 18, ശിഷ്ട 1 അല്ലെങ്കിൽ റിമൈൻഡർ 1. അടുത്ത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുക അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ 13 15, 8 48 10 58 5 63 63 1 64 6 4, റിമൈൻഡർ 6 പോവും. അടുത്ത് 8 5 40 46 46 48. ക്ലിയർ അല്ലേ? കണ്ടോ? അപ്പം ഒന്നുകൂടെ ഞാൻ അടുത്ത പയ്യെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞങ്ങൾ എങ്ങനെ സ്പീഡ് ചെയ്യുന്നത് കാണിച്ചു. നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യും, പയ്യെ കാണിച്ചു തരാം. അടുത്ത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം 9 × 5 എത്ര? 45 ആണല്ലോ. അപ്പോൾ 5 എഴുതാം. 2 ഡിജിറ്റ് വന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ യൂണിറ്റ് പ്ലേസിലുള്ള മാറ്റം എഴുതാം, 10th പ്ലേസിലുള്ള മാറ്റും. 45 5, ബാക്കി 4 റിമൈൻഡർ ആയിട്ട് മാറ്റും. അത് മൈൻഡിൽ പോകണം കേട്ടോ. അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത് ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യുക. 8 5 40, 9 7 61. അത് മൈൻഡിൽ കൂട്ടാൻ പഠിക്കണം. മസ്റ്റാണ്. അത് മൈൻഡിൽ കൂട്ടാൻ പഠിച്ചേ പറ്റൂ. ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ അങ്ങനെ വരും. ആദ്യമൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എഴുതി നോക്കുക. 8 5 40, പിന്നെ എത്ര? 63 കൂട്ടുക. 8 3 6 4 103. പിന്നെ റിമൈൻഡർ നേരത്തെ 4 മാറ്റി വെച്ചു. അതും മൈൻഡിൽ കിടക്കണം. ഇതാണ് പറഞ്ഞത്. ഈ വേദിക് മാത്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മൈൻഡിലാണ് കൂടുതൽ പരിപാടി. പേനയും പേപ്പറും അത് യൂസ് ചെയ്യരുത്. 103 4 107 7, പിന്നെ എന്ത് ചെയ്യണം, ബാക്കി 10 റിമൈൻഡർ പോകും. മനസ്സിലായോ? അപ്പോൾ അപ്പോഴും സിംഗിൾ ഡിജിറ്റ് യൂണിറ്റ് പ്ലേസ് എഴുതാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന 2 ഡിജിറ്റ് മാറ്റി വെക്കുക. അത് റിമൈൻഡറാണ്. അടുത്ത് നോക്കിയേ, 7 56 10 56, 7 56, പിന്നെ ബാക്കി നേരത്തെ ശേഷിച്ച് വെച്ച ക്യാരി എന്ത് ചെയ്യണം, 10 കൂട്ടി 66 6 6 7 5. ക്ലിയർ ആണോ? ചെയ്യുന്ന ടെക്നിക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് അടുത്ത പ്രാക്ടീസ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ 8 × 2 അല്ലേ? 8 × 2 മൾട്ടിപ്ലൈ, 8 2 16 6, റിമൈൻഡർ 1 മാറ്റി വെക്കുക. അടുത്ത് ഇനി നമ്മൾ ഇന്റർചേഞ്ച് ക്രോസ് ചെയ്യുക. 6 2 12, 9 8 72. ഇത് മൈൻഡ് ചെയ്യണം. 6 2 12, 9 8 72. ഇപ്പം എന്ത് ചെയ്യണം, 72 10 82, 2 84 84 1 85. മനസ്സിലായി? അതൊക്കെ മൈൻഡിൽ പോകണം കേട്ടോ. നീ ഒന്നിൻ്റെ വിട്ടേര്. അടുത്ത് 9 6 54 8 62, 6256 അല്ലേ? 6256. ക്ലിയർ ആണോ? 6256. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതാ പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, കൂട്ടുന്നതും നേരത്തെ റിമൈൻഡറും അത് മനസ്സിൽ കൂട്ടുന്നത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച്. ആദ്യമൊക്കെ തെറ്റും കേട്ടോ, തെറ്റുന്നത് സാരമില്ല. അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രെയിനിൽ അത് മനസ്സിൽ കൂട്ടാനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അവിടെ പെൻസിലും പേപ്പറും എടുത്ത് നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ സമയം പോകും. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് വരുന്നിട്ട് മാത്രം വേണമെങ്കിൽ പേനയും പേപ്പറും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കൂടുതൽ മൈൻഡിൽ പോകണം കേട്ടോ. മൈൻഡിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ കൺവെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അടുത്തത് ആറാമത്. ആദ്യം 5 × 6 എത്ര? 30, ക്യാരി 3. അടുത്ത ഇത് തമ്മിൽ ക്രോസ് ചെയ്യുക. 6 48, I 4 20. ഇത് മൈൻഡിൽ പോകണം. 6 8 48 മൈൻഡിൽ ഫിക്സ് ചെയ്യുക. I 4 20, അപ്പോൾ 48 20 68 68 3 71 1, ക്യാരി 7, പിന്നെ 3 വിട്ടേരും. 8 4 32 അല്ലേ? ലാസ്റ്റ് ഇവന്മാർ തമ്മിൽ ക്രോസ് ചെയ്യാം. 32 7 39 39 മനസ്സിലാവും. 3910. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഇത് മൈൻഡിൽ പോകുന്ന മനസ്സിലായോ? എങ്ങനെ ടെക്നിക്ക് നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ മൈൻഡിൽ കൂട്ടുന്ന അത്ര ഓർക്കുക, ക്യാരി കൂട്ടുന്ന കാര്യം മറന്നു പോയത്. നെക്സ്റ്റ് അടുത്തത് 7ാമത്തെ ചോദ്യം എങ്ങനെ ചെയ്യാം? ഓക്കെ, നോക്കിക്കാം. 2 × 4 8 ആണല്ലോ. 2 × 4 8. ക്യാരി വല്ലതും ഉണ്ടോ? ഇല്ല. അടുത്തത് തമ്മിൽ ക്രോസ് ചെയ്യുക. 8 4 32, 4 2 8. അപ്പം 8 32 8. അത് മൈൻഡിൽ കാണും. 8 32 8. ഇത് നിങ്ങൾ മനസ്സിൽ കാണും. അപ്പം എത്ര? 40. 40 0 4. അടുത്ത 8 32 4 36. കഴിഞ്ഞു. ഒറ്റ സ്റ്റെപ്പ് ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത് 3608. അടുത്ത നോക്കി. അടുത്ത എങ്ങനെ പെട്ടെന്ന് ചെയ്യാം? അവിടെ I 2 10 ഇഷ്ടം 1, 6 2 12, I 5 25, 25 10 35 37 38 8 3, 6 5 30 33. കഴിഞ്ഞു. 3380. മനസ്സിലായോ? ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ എന്ത് സ്പീഡ് ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. നിങ്ങൾ തന്നെ അറിയത്തില്ല. നിങ്ങൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്ന് ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കി, നല്ല വ്യത്യാസം ഉണ്ടോ. അടുത്തത് തമ്മിൽ മൾട്ടിപ്ലൈ 6 7 42 42 2 എഴുതുക, 4 മാറ്റി എഴുതുക, ക്യാരിയാണ്. അടുത്തത് തമ്മിൽ ക്രോസ് ചെയ്യുക. 3 21, 6 8 48. അപ്പം 48 21 മൈൻഡിൽ കൂട്ടണം. എത്ര കിട്ടും? 48 21, 40 20 60, 68 1 69, 69 4 73 3 7. ഓക്കെ ആണല്ലോ. അടുത്ത 8 3 24 7 31. 3132. 3132. സിമ്പിൾ അല്ലേ?
എന്തോ ഇരിക്കുന്നു. ആ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എപ്പോഴും പറയുന്നത് ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. അവിടെയാണ് എപ്പോഴും തെറ്റുന്നത്. അത് തുടക്കുമ്പോൾ എല്ലാം തെറ്റും കേട്ടോ, പക്ഷേ അവിടെ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് മൈൻഡിൽ കൃത്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണം കൂട്ടാൻ. അത് പയ്യെ എന്ത് ചെയ്യും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ സ്പീഡ് തന്നെ വർദ്ധിച്ചോളും. നിങ്ങൾ ആദ്യം തന്നെ സ്പീഡിൽ കയറിയൊന്നും ചെയ്യേണ്ട. പയ്യെ മനസ്സിൽ ഇങ്ങനെ ബ്രെയിനിൽ അത് എന്ത് ചെയ്യുക, കൂട്ടുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്യാരി എടുക്കുന്നതൊക്കെ മൈൻഡിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചൊന്ന് കൂട്ടി നോക്കുക, തന്നെ പറ്റും. അവിടെ നോക്കിക്കേ, 6 7 42 എഴുതുക, ബാക്കി 4 തമ്മിൽ ക്രോസ് ചെയ്യുക. 6 48 7 7 49, അപ്പോൾ 48 49, അപ്പോൾ 40 40 80, 88 7 95, 95 4 99 9, മൈൻഡ്രോ ബാക്കി 9. അടുത്ത് 7 56 56 9 എത്ര 65, 6592, 6592. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നോക്കിക്കേ, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അത് ഞാൻ കൂട്ടിയതിൽ മിസ്റ്റേക്ക് വന്നു. ഓക്കെ, എന്തോ മിസ്റ്റേക്ക് വന്ന പോലെ ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, എന്താ പറ്റിയെന്ന് നോക്കിയാലോ? ഓക്കെ, ഞാൻ കളറൊന്ന് മാറ്റട്ടെ, ഒരേ കളർ ഇതിൽ ചെയ്തേ. അടുത്ത് എങ്ങനെ ചെയ്യാം? 6 7 42, 2-ന് 2 എഴുതുക, ബാക്കി 4. അടുത്ത 6 48 7 7 49, അപ്പം 48 49 എന്ന് പറയുമ്പോൾ 40 40 80, 89 8 97 4 101, 101 ആയിരുന്നു കേട്ടോ. 101 ബാക്കി 10, 7 56 10 66, 6612. ക്ലിയർ ആണ്, 6612. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് അടുത്ത 11ാമത്തെ ചെയ്താലോ? നോക്കിക്കേ, 8 8 64, അപ്പം 4 എടുത്ത് എഴുതുക, 6 ക്യാരി മാറ്റി എഴുതുക. തമ്മിൽ ക്രോസ് ചെയ്യുക. 7 32 9 8 72, അപ്പം 32 72 മനസ്സിൽ ഫിക്സ് ചെയ്യണം. ആ ഒരു സ്റ്റെപ്പ് മനസ്സിൽ ഫിക്സ് ചെയ്യണം, അത് മാറിപ്പോയ പ്രശ്നമാണ്. അപ്പം 7 32 9 8 72, അപ്പം 32 72, 2 2 മാറ്റി 27, 70 30 100, 2 2 4 104, 104 6 110, 110ന് 10ന് 0 എഴുതുക, ബാക്കി 11 മാറ്റി എഴുതുക. 9 4 36 46 1 47, 4704. ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടെക്നിക്ക് മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇതൊന്നും ഇവിടെ ചുമ്മാ ഏതെങ്കിലും 2 നമ്പർ 2 ഡിജിറ്റ് എടുക്കുക, തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ചുമ്മാ കാണിക്കാം. 15 × 8, അപ്പോൾ എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ നോർമലി ചെയ്തോല്ലേ, 8 5 40, നമ്മൾ സ്കൂളിൽ ചെയ്തോല്ലേ, 8 5 40 4 8 4 12 120 കഴിഞ്ഞു. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾ 2 ഡിജിറ്റിൻ്റെ 1 ഡിജിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിലും തീരും. അത് സ്കൂൾ ലെവലിൽ ചെയ്യുന്ന പോലെ ഒറ്റ സ്റ്റെപ്പിൽ അല്ലെങ്കിലും തീരും. 2 ഡിജിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്തത് 12ാമത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഹോംവർക്കായിട്ട് ആൻസറിങ് കമൻറ്റ് ബോക്സ് കേട്ടോ, ആൻസറിങ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ഈ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്ത് തന്നെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നമ്മുടെ 3 ഡിജിറ്റ് ആണ്. അതോട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.